الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പരമകാരുണികനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുസ്ലിമായി മുഅ്മിനായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന മതമായ ദീനുൽ ഇസ്ലാമിനെ നമുക്ക് പൂർത്തീകരിച്ചു തന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പാപങ്ങളെ കുറിച്ചും ചെറുപാപങ്ങളെ കുറിച്ചും വിശദമായി തന്നെ പ്രവാചക ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് ശിർക്ക് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു ധാരണ നമുക്കുണ്ട്. പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം ശിർക്കാണ് എന്നും ഷിർക്കോടുകൂടെ മരണപ്പെട്ടാൽ
സ്വർഗം ഹറാമാണ് എന്നും നാം മനസ്സിലാക്കിയവരാണ്, അറിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിന് വിരുദ്ധമായ ബഹുദൈവ ആരാധനകളുടെ ശകലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ പരമാവധി നാം ശ്രദ്ധിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കില്ലാതെ, ആ വലിയ മഹാപാപമില്ലാതെ ജീവിക്കുവാനും ഒരു മുസ്ലിമായി, മുഅ്മിനായി റബ്ബിലേക്ക് മടങ്ങുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേയേറെ ചെറിയ തെറ്റുകളുണ്ട്. ഒരുപക്ഷെ പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ആ ചെറിയ തെറ്റുകളുടെ അത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയാൽ സംഭവിക്കാവുന്ന അല്ലാഹുവിന്റെ കോപത്തെക്കുറിച്ചുള്ള ആ ഒരു അറിവ് അത് വേണ്ടത്ര നാം മനസ്സിലാക്കിയിട്ടില്ല എന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ചെറിയ തെറ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുത്ബ അങ്ങനെയുള്ള ചെറിയ തെറ്റുകളെ സംബന്ധിച്ച്, പാപങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ നന്മകളിൽ മത്സരിക്കുകയും തിന്മകളിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ നമ്മളിൽ പലരുടെയും അശ്രദ്ധ കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറേയേറെ തിന്മകളുണ്ട്. ആ തിന്മകൾ വരാനുള്ള കാരണം ആ തിന്മകളെ നിസ്സാരമായി കാണുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നാം ഒന്ന് പഠിക്കണം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മയായി എന്തൊന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ തിന്മയാകണം. ഹബീബായ റസൂൽ നന്മയായിട്ട് എന്തൊന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നന്മയാകണം. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു വമാ അമർതുകും ബിഹി ഫഫ്അലൂ മിൻഹു മസ്തതഅതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഞാൻ നിങ്ങളോട് വിരോധിച്ചത് മുഴുവൻ നിങ്ങൾ ഒഴിവാക്കുക, കൈയൊഴിയുക. കൽപ്പിച്ചതാകട്ടെ നിങ്ങൾ കഴിവിന്റെ പരമാവധി പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെ എല്ലാം ഒഴിവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയായി ചെയ്യാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണോ അത് മുഴുവനും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു തിന്മയെ കുറിച്ച് പറയാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല
ഇദാ അകല അഹദുകും ഫല്യകുൽ ബിയമീനിഹി വഇദാ ശരിബ ഫല്യശ്റബ് ബിയമീനിഹി ഫഇന്ന ശൈത്താന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങളിൽ ഒരാൾ ഭക്ഷിക്കുകയാണെങ്കിൽ തന്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുകയും കുടിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് കുടിക്കുകയും ചെയ്യട്ടെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഫഇന്ന ശൈത്താന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി. നിശ്ചയം ശൈത്താനാണ് തന്റെ ഇടത് കൈ കൊണ്ട് കുടിക്കുന്നതും തിന്നുന്നതും. ഇത് നമ്മളൊന്ന് പരിശോധിക്കാം. റസൂല് പറഞ്ഞു, തിന്നേണ്ടതും കുടിക്കേണ്ടതും വലത് കൈ കൊണ്ട്. നമ്മൾ തിന്നുന്നത് വലത് കൈ കൊണ്ടാണ്, പക്ഷേ കുടിക്കുന്നത് ഇടത് കൈ കൊണ്ടാണ്. പലപ്പോഴും പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്റെ ഈ തിന്മ കടന്നു വന്നത്, ആ തിന്മയെ നിസാരവൽക്കരിച്ചു. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന നന്മയെ അത് ചെയ്യാതെ വലത് കൈകൊണ്ട് തിന്നുന്ന അതേ മനുഷ്യൻ അതേ വലത് കൈകൊണ്ട് കുടിക്കണമെന്ന് പറഞ്ഞ റസൂലിന്റെ നന്മയെ അവിടെ നിസാരവൽക്കരിക്കാൻ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന് വാദഗതികൾ പലതുണ്ട്. പല വാദഗതികളും നമ്മൾ പറയാറുണ്ട്. അത് ശരിയല്ല. ഒരു സദസ്സിൽ വലത് കൈകൊണ്ട് തിന്നുന്ന നമ്മൾ, അത് അനുവദനീയമാണെങ്കിൽ എന്തുകൊണ്ട് വലത് കൈകൊണ്ട് കുടിച്ചുകൂടാ? സഹോദരങ്ങളെ, എന്താ തടസ്സമുള്ളത്? ഇപ്പൊ ഏതൊരു സദസ്സിൽ പോയാലും നമ്മൾ കുടിച്ചാൽ തിന്നാൽ ആ പാത്രം ഉടനെ കളയുകയാണ്, കഴുകി വൃത്തിയാക്കി പിന്നീട് ഉപയോഗിക്കുന്നില്ല. പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു. എന്നിട്ട് പോലും ഇടത് കൈകൊണ്ട് കുടിക്കുന്ന ആളുകൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആ ഒരു ചെറിയ വിഷയത്തെ കുറിച്ച് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ ആ ചെറിയ വിഷയത്തിൽ കണിശമായി പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവരാണെങ്കിൽ, ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ച വിശ്വാസമുള്ളവരാണെങ്കിൽ, ഹബീബായ റസൂലിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ആ മുത്ത് റസൂല് പറഞ്ഞതുപോലെ വലത് കൈ കൊണ്ട് കുടിക്കുകയും വലത് കൈ കൊണ്ട് തിന്നുകയും ചെയ്യണേ. ഒരു മാറ്റം വരാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് അന്യ സ്ത്രീകളെ നോക്കൽ. അത് പറയാൻ ഒരുപാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കണ്ണിന്റെയും മനസ്സിന്റെയും ശരീരത്തിന്റെയും ആവശ്യത്തിന് വേണ്ടി ഒരു കാര്യം പഠിപ്പിച്ചു. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫല്യതസവ്വജ് ഫഇന്നഹു അഗ്ളുൽ ബസർ വഅഹ്സനുൽ ഫറജ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പ്രിയമുള്ളവരെ, പ്രായമായാൽ കല്യാണം കഴിക്കണേ, പ്രായമായാൽ കല്യാണം കഴിക്കണേ. ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവുണ്ടായാൽ, ഒരു ഇണയെ നോക്കാനുള്ള കഴിവുണ്ടായാൽ, ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള കഴിവുണ്ടായാൽ കല്യാണം കഴിക്കണേ. എന്തിനാ കല്യാണം കഴിക്കുന്നത്? തന്റെ കണ്ണിന്റെ കട്ടുനോട്ടത്തെ ഇല്ലാതാക്കാൻ, അതുപോലെ തന്നെ തന്റെ രഹസ്യാവയവങ്ങളുടെ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ. അല്ലാഹു റസൂൽ പറഞ്ഞത്. അപ്പൊ ഇന്ന് കല്യാണപ്രായമൊക്കെ മാറിയിട്ടുണ്ട്. പെൺകുട്ടികൾ ഒക്കെ മാറ്റി 25-30 പ്രായത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതൊന്നല്ല കല്യാണപ്രായം. നമ്മുടെ ശരീരവും മനസ്സും തെറ്റിലേക്ക് പോകും. പോകാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് മതത്തിലൂടെ അനുവദിച്ചു തന്ന കാര്യം. ഇത് ചെയ്താൽ ഈ കാര്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. വിവാഹ ബന്ധത്തിലൂടെ മാത്രമാണ് ഒരു മനുഷ്യന്റെ ശാരീരിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത്. അല്ലാത്ത വഴിയിലൂടെ പോയാൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. തന്റെ ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയേക്ക് നോക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. വേറെ ഒരു പെണ്ണിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആയപ്പോഴാണ് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായത്. എത്രയെത്ര കൊലപാതകങ്ങളാ
ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ വാർത്തകൾ വായിക്കുമ്പോ, വാർത്തകൾ കേൾക്കുമ്പോ എത്രയെത്ര സ്ത്രീകളെയാണ് കൊന്നൊടുക്കുന്നത്. അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ പരിശോധിക്കാം. അല്ലാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പറഞ്ഞ കാര്യം വളരെ കൃത്യമായി ഈ കാലഘട്ടത്തിൽ അത് പുലരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ലോകത്തിന്റെ ഓരോ ചലനങ്ങളും കൃത്യമായി അറിയുന്ന ഈ ലോകത്തെ സൃഷ്ടിച്ച റബ്ബ് അത് ഹബീബായ റസൂലിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കണ്ണിനെ താഴ്ത്തുക. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നൂറിലുണ്ട്. അതാണ് ഖുർആൻ ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയാകണം എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു റസൂൽ പറയാണ് ഖുർആനിലൂടെ, കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ذلك أزكى لهم إن الله خبير بما يصنعون. നബിയെ പറയണേ, ആരോട്? കുൽ നബിയെ പറയണേ, ലിൽ മുഅ്മിനീന, വിശ്വാസികളോട് പറയണേ, യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികളെ അവർ താഴ്ത്തട്ടെ, വയഹ്ഫദ് ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യാൻ നബിയെ മുഅ്മിനുകളോട് പറയണേ നബിയെ. അങ്ങനെ ചെയ്താൽ എന്താ? ലാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ഏറ്റവും നല്ലത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണിന്റെ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, നമ്മുടെ സംസാരത്തിന്റെ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയണം. ആ ഹറാമുകളിലേക്ക് നാം പോകരുത്. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ പഠിപ്പിച്ചത്. ഇനി നിങ്ങൾ നോക്ക്, അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അൻ ഇബ്നു ബുറൈദ റളിയല്ലാഹു അൻ അബീഹി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവോട് പറയുന്നു, യാ അലി, ഏ അലിയേ, ലാ തുത്ബിഇൻ നദറതൻ നദറ ഫഇന്ന ലക്കൽ ലൂലാ വലൈസത് ലക്കൽ ആഖിറ. നോക്കിയതിനെ തുടർന്ന് പിന്നെയും നീ നോക്കരുത് അലിയേ, കാരണം ആദ്യത്തേതിന് നീ പൊറുക്കപ്പെടും, എന്നാൽ രണ്ടാമത്തേതിന് അതില്ല. അല്ലാഹു റസൂൽ പറയാൻ ശരിക്കും മനസ്സിലാക്കി. നിങ്ങൾ എങ്ങനെ ചിന്തിച്ചു? നമ്മുടെ സഹോദരിമാരെ ഒരാള് നോക്കിയാൽ അനാവശ്യം പറഞ്ഞാൽ സഹിക്കോ നമുക്ക്? നമ്മുടെ ഭാര്യയോട് അയൽപക്കത്തുള്ള ഒരുത്തൻ, ഒരു ചെറുപ്പക്കാരൻ, ഒരാളൊരുത്തൻ മോശമായി നോക്കിയാൽ, മോശമായി പറഞ്ഞാൽ നമുക്ക് സഹിക്കും? നമ്മുടെ ഉമ്മയോട്, നമ്മുടെ പെങ്ങളോട്, നമ്മുടെ മക്കളോട് ഇല്ല. ഇതേപോലെ തിരിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മളൊരു പെണ്ണിനെ നോക്കിയാൽ, നമ്മളൊരു പെണ്ണിനെ അനാവശ്യമായ രൂപത്തിൽ ആഗ്രഹിച്ചാൽ, അവളൊരു പെങ്ങളാകാം, അവളൊരു ഭാര്യയാകാം, ഏതെങ്കിലും അതുപോലെ തന്നെ ആ പെണ്ണ് ആരുടെയെങ്കിലും മകളാകാം. ഈ രൂപത്തിലുള്ള ഒരു പെണ്ണിനെ ആ രൂപത്തിൽ, തെറ്റായ രൂപത്തിൽ കാണുവാനോ അതുപോലെ തന്നെ അവളുമായിട്ടുള്ള തെറ്റായ രീതിയിലുള്ള ചിന്തകളോ നമുക്ക് വരാൻ പാടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ വിഷയമാണ് ഇതൊക്കെ. നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? വലിയ പാപങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചിന്തിക്കുന്നുണ്ട്, വിട്ടു നിൽക്കുന്നുണ്ട്. പക്ഷെ ചെറു പാപങ്ങളൊന്ന് വിട്ടു നിൽക്കാൻ ഇപ്പോഴും നമ്മുടെ മനസ്സ് പാകമായിട്ടില്ല. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജരീർ ഇബ്നു അബ്ദുല്ലാ قال سألت رسول الله صلى الله عليه وسلم أن نظر الفجاءة فأمرني أن أصرف بصري. അത് കൃത്യമാണ്. പെട്ടെന്നുള്ള അവിചാരിതമായ ഒരു നോട്ടത്തെ പറ്റി നബിയോട് ചോദിച്ചു. പെട്ടെന്ന് നോക്കിപ്പോയതാണ്. അപ്പൊ അല്ലാഹു റസൂൽ പറയണത്, അവിടുന്ന് എന്റെ ദൃഷ്ടിയെ തിരിച്ചുകൊള്ളാൻ കൽപ്പിക്കുകയാണ് ചെയ്തതെന്ന്. വേഗം ആ നോട്ടം മാറ്റിയിട്ട്
അതുകൊണ്ടാണ് പെണ്ണിനോട് പറഞ്ഞത് വസ്ത്രം ധരിക്കുന്ന വിഷയത്തിലൊക്കെ വളരെയധികം സൂക്ഷിക്കണം. ഇതിന്റെ തൊട്ടടുത്ത ആയത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് സ്ത്രീകൾ അവരുടെ വസ്ത്രധാരണത്തെയും അവരുടെ വസ്ത്രത്തിന്റെ അഥവാ അവർ തലയിൽ ധരിക്കുന്ന തട്ടം അത് എത്രത്തോളം താഴ്ത്തിയിടണമെന്നൊക്കെ തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെ പഠിച്ചാൽ നമ്മുടെ ഇണയോട്, പെങ്ങളോട്, മകളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി മറ്റുള്ളവർക്ക് നോക്കാനും മറ്റുള്ളവർക്ക് കമന്റ് അടിക്കാനും അവസരം പെണ്ണ് ഒരുക്കി കൊടുക്കരുത്. അങ്ങനെ പെണ്ണ് ഒരുക്കി കൊടുത്താൽ അവളും തെറ്റുകാരിയാണ്. അത് ചിന്തിക്കണം. അങ്ങനെയുണ്ടല്ലോ, തന്റെ ശരീരത്തെ മറ്റുള്ളവർ കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന പെണ്ണ് ഇതുപോലുള്ള നോട്ടം കിട്ടാനും വർത്താനം പറയാനും കമന്റുകൾ വരാനൊക്കെ കാരണമാകുന്നത് പെണ്ണാണെങ്കിൽ അതിന്റെ മറുപടി പെണ്ണ് പറയണതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മതത്തിലൂടെ പെണ്ണെന്ന് പറയുന്നത് പരിശുദ്ധതയുള്ളവളാണ്. അതുകൊണ്ട് അവളുടെ ശരീരം അവൾ മറക്കട്ടെ എന്ന് പറഞ്ഞത്. അങ്ങനെ മറച്ചു നടക്കുന്ന പെണ്ണുകൾ ആരെയും ആക്രമിക്കപ്പെടുന്നില്ല. ഉണ്ടോ? പരിശോധിച്ചോളൂ. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ആരും നോക്കുന്നില്ല. അങ്ങനെയുള്ള സ്ത്രീകളുടെ അടുക്കലേക്ക് ആരും പോകുന്നില്ല, കമന്റ് പറയുന്നില്ല, നോക്കുന്നില്ല. പിന്നെ ആരെയാ നോക്കുന്നത്? ഇതൊന്നും ചെയ്യാത്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെ അന്യ സ്ത്രീയോടൊപ്പം തനിച്ചിരിക്കുക, അന്യ സ്ത്രീകളോടൊപ്പം തനിച്ചിരിക്കുക, അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിലും ക്യാമ്പസുകളിലും അങ്ങാടികളിലും ഒക്കെ ഇന്നതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ സ്ഥലം കിട്ടും അവിടെ ഒക്കെ ഉണ്ടാവും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുതുബ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച മുസൽമാനോട്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന മുസൽമാനോട്, നരകത്തെ ഭയപ്പെടുന്ന മുസൽമാനോട്, അവിഹിതമായ ഇരുത്തം, അവിഹിതമായ നടത്തം, അവിഹിതമായ യാത്ര അത് ഇസ്ലാം ഹറാമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ പഠിക്കാൻ പോകുന്നവരാണ്, അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നവരാണ്. പ്രിയമുള്ളവരെ, മഹ്റമല്ലാത്ത ഒരാളിന്റെ കൂടെ കൂട്ടുകാരൻ എന്ന പേരും പറഞ്ഞ്, സുഹൃത്ത് എന്ന പേരും പറഞ്ഞ് ഊര് ചുറ്റുന്നവരാണ് എങ്കിൽ വലിയ അപകടങ്ങളിലേക്കാണ് നിങ്ങളുടെ യാത്ര. അതാണ് ഇസ്ലാം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് കണ്ണീര് കൊണ്ട് മുഖം തുടച്ചിട്ട് കാര്യമില്ല. ആ കണ്ണീര് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാ ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് അന്യ സ്ത്രീയുടെ കൂടെ തനിച്ചിരിക്കാൻ പാടില്ല. ഇസ്ലാം കണിശമായി പറഞ്ഞു. യാത്രകളിൽ, ജോലി സ്ഥലങ്ങളിൽ, എവിടെയായിരുന്നാലും ശരി, ഒരു സ്ത്രീയും പുരുഷനും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ തെളിവ് തരാം. അല്ലാഹുവിന്റെ റസൂൽ അതിന് തെളിവ് പറഞ്ഞു. അങ്ങനെ ഉണ്ടായ ഒരു ആണും പെണ്ണും ഒരുമിച്ചിരുന്നു, പ്രത്യേകിച്ചൊന്നുമില്ല, അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഒരാളും കൂടെ അവിടെ വരും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറാത്തിൻ ഇല്ലാ കാന സാലിസഹുമ ശൈത്താൻ. ഒരു പുരുഷനും അന്യ സ്ത്രീയുമായി ഒറ്റപ്പെടുകയില്ല, മൂന്നാമനായി പിശാച് ഉണ്ടായിട്ടല്ലാതെ. അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വരും. അവസരങ്ങളും സമയങ്ങളും ഒത്തു വന്നാൽ എന്തായി? അല്ല, ഇന്നിപ്പോ ഒരുമിച്ചിരിക്കുന്നു വേണ്ട, ഒരു മെസ്സേജ് വന്നാൽ മതി. മെസ്സേജുകൾ ഇങ്ങനെ മൊബൈലുകൾ തമ്മിൽ സംസാരിക്കും. സുഖാണോ? സുഖാണ്. ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. നിങ്ങൾ കഴിച്ചോ? കഴിച്ചു. ഉറങ്ങുന്നില്ലേ? ഉറങ്ങുന്നില്ലേ? അല്ലേ? അങ്ങനെ വന്ന് പരസ്പരം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അവസാനം ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ച് രണ്ടുപേരും ഒരുമിച്ച് ഒന്ന് കാണുമ്പോഴാണെന്ത് മെസ്സേജിൽ കണ്ടതുപോലെയല്ലോ പടച്ചോനെ ഈ കാണുന്നെന്ന് പറഞ്ഞ് തല കറങ്ങി വീഴുന്നത്. അങ്ങനെ സംഭവങ്ങൾ എത്ര ഉണ്ടായിട്ടുണ്ട്? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരിക്കും ശ്രദ്ധിച്ചോളി. ഈ മൊബൈൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാനുള്ളത് തന്നെയാണ്. അത് തെറ്റായ രീതിയിൽ ആരൊക്കെ എപ്പോഴൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും മനസ്സും ശരീരവും തകർന്നു പോയിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളാണ്.
അതുകൊണ്ട് തിന്മയിലേക്ക് പോകുന്ന വഴികളെ തടയുകയും നന്മയിലേക്ക് വരുന്ന വഴികളെ തുറക്കുകയും അതിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയങ്ങളിലെല്ലാം കണിശതയോടുകൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്ത്രീയുടെ വസ്ത്രധാരണം, അന്യ സ്ത്രീകളുമായി ഒറ്റയ്ക്കിരിക്കൽ, ആ വിഷയത്തെക്കുറിച്ച് നമ്മളിവിടെ വിശദീകരിച്ചു. ഇനി അന്യ സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യൽ ധാരാളമായി കണ്ടുവരുന്ന പരിപാടിയാണ്. ഇപ്പൊ ഹസ്തദാനമല്ല, കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ഞാൻ തുറന്ന് പറയുന്നത് നിങ്ങൾ അറിയണം. ഇപ്പൊ കല്യാണത്തിലൊക്കെ ആളുകളും വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ നല്ല ഉഷാറായിട്ട് ഹസ്തദാനം നടത്താറുണ്ട്. സന്തോഷം കൊണ്ട് ഹസ്തദാനം നടത്തുന്നുണ്ടെങ്കിൽ ആ ഹസ്തദാനം നടത്താൻ നമുക്ക് അനുവദിക്കപ്പെട്ടവരാണോ അല്ലേ എന്ന് ആദ്യം പരിശോധിക്കും. ഉമ്മാനെ കണ്ടു, നമുക്ക് ഹസ്തദാനം നടത്താം. പെങ്ങളെ കണ്ടു, ഹസ്തദാനം നടത്താം. ആരുമായിട്ടൊക്കെ അങ്ങനെ ചേരാം എന്നത് ഇസ്ലാം ഖുർആനിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ചില ബന്ധങ്ങളുടെ പേര് പറഞ്ഞ്, കുടുംബ ബന്ധങ്ങളുടെ പേര് പറഞ്ഞ്, ആ പേരിലാണ് പലപ്പോഴും അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അതേപോലെ തന്നെയാണ് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ വ്യഭിചാരത്തിന്റെ തുടക്കം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കണ്ണിന് വ്യഭിചാരമുണ്ട്, കാതിന് വ്യഭിചാരമുണ്ട്, കൈകൾക്ക് വ്യഭിചാരമുണ്ട്, കാലുകൾക്കും വ്യഭിചാരമുണ്ട്. ഒരു പെണ്ണിന്റെ അവളുടെ നഗ്നതയിലേക്ക് നോക്കിയാൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. ഒരു പെണ്ണിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ അത് കാതിന്റെ വ്യഭിചാരമാണ്. ഒരു പെണ്ണിനെ അനാവശ്യമായി തൊട്ടാൽ അത് കൈയിന്റെ വ്യഭിചാരമാണ്. ഒരു പെണ്ണിനെ ആഗ്രഹിച്ചുകൊണ്ട് അവളുടെ അടുക്കലേക്ക് പോയാൽ അത് കാലിന്റെ വ്യഭിചാരമാണ്. ഹബീബുനാ റസൂലുള്ളാഹി. ഈ ഖുത്ബ നിങ്ങൾ കേട്ടിട്ട് ഇത് അങ്ങനെ കേട്ടു പോവാൻ നിൽക്കണ്ട. ഇതൊക്കെ പരലോകത്ത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, ഒന്നും വിട്ടുപോകില്ല. അതാ പറഞ്ഞത്, ഇന്നല്ലാഹു ഖബീറും ബിമാ യസ്നഊൻ. നമ്മൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് അല്ലാഹു അറിയുന്നവർ. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, എന്താ അതുകൊണ്ട് ഗുണം? വിശ്വാസികൾ അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ ആലോചിക്കും. അപ്പൊ നമുക്കത് മനസ്സിലാകും. അതുകൊണ്ട് സ്ത്രീകളുമായ വിഷയത്തിൽ ഒരു സത്യവിശ്വാസി അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസിനി ആ വിഷയത്തിലൊക്കെ ഒന്ന് വളരെ കണിശത പുലർത്തണം. ഇസ്ലാം അത് വളരെ വ്യക്തമായി നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, നോക്ക് നിങ്ങൾ, ഒരു അന്യ സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു അന്യ സ്ത്രീയെ നീ തൊടുന്നത് ഇരുമ്പിന്റെ സൂചി കൊണ്ട് തലയിൽ തറക്കുന്നതാണ് അതിനേക്കാൾ നല്ലത്. ഇങ്ങനെ ഒരു അന്യ സ്ത്രീയെ തൊടുന്നതിനേക്കാൾ നല്ലത് ഒരു ഇരുമ്പിന്റെ സൂചി കൊണ്ട് തലയിൽ തറക്കുന്നതാണ് നല്ലതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന്റെ തീഷ്ണത നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ നമ്മൾ കുടുംബത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങളാണ്. നമ്മുടെ മക്കളോട് പറയണം, ചെറുപ്രായത്തിൽ പറയണം മക്കളോട്, നോ എന്ന് പറയാൻ പഠിപ്പിക്കണം മക്കളെ. എപ്പോഴൊക്കെ തന്നെ
തന്റെ ശരീരത്തിൽ തൊടാൻ പാടില്ലാത്ത ഭാഗത്ത് ആര് തൊട്ടാലും മോളെ നോ എന്ന് പറയണം. ഓടി അകലേണ്ട സ്ഥലത്ത് നിന്ന് ഓടി അകലണം. പറയേണ്ട ആളുകളോട് നീ പറയണം എന്ന ധൈര്യം പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. നമ്മുടെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, قالت عائشة ولا والله ما مست يد رسول الله صلى الله عليه وسلم يد امرأة قط غير أنه يبايعهن بالكلام. അല്ലാഹുവാണ് സത്യം, നബിയുടെ കരം ഒരു അന്യ സ്ത്രീയുടെ കരത്തെ സ്പർശിക്കുകയുണ്ടായിട്ടില്ല. കാര്യം പറഞ്ഞത് അവർ അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യുമ്പോൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട്? കൈ കൊടുക്കാറുണ്ട്. എന്നാൽ സ്ത്രീകളാണ് ബൈഅത്ത് ചെയ്യുന്നതെങ്കിൽ പോലും അത് വാക്കിലൂടെ മാത്രമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ശരിയല്ലേ? അത്ര സൂക്ഷ്മത പാലിച്ച ഒരു പ്രവാചകനെ കുറിച്ചാണെന്ന് നമ്മുടെ ചുറ്റുവട്ടത്തിലെ ആളുകളൊക്കെ തെറ്റായിട്ടുള്ള വാദങ്ങളൊക്കെ പറയുന്നു. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഈ ഹദീസൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന തിന്മകളെ കുറിച്ച് നമുക്ക് ഇനിയും ധാരാളം പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇന്ന് ഖുതുബയിൽ കേട്ട ആ കാര്യങ്ങളൊക്കെ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കേട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ നോട്ടവും ഇരുത്തവും തൊടലും സ്പർശിക്കലും ഒക്കെ നമ്മൾ ഒഴിവാക്കുക. മനസ്സിലാവണം, അതൊക്കെ അനുവദിക്കപ്പെട്ട ആളുകളുണ്ട്. ആ അനുവദിക്കപ്പെട്ട ആളുകളിലല്ലാതെ മറ്റൊരാളിലേക്ക് പോകാതിരിക്കുക, നോക്കാതിരിക്കുക. അതേപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാരെ ആകർഷിക്കുന്ന രൂപത്തിൽ സംസാരിക്കാതിരിക്കുക. അതുവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു സ്ത്രീയുടെ സംസാരം കേട്ടാൽ കുഴപ്പമില്ലാതെ ഒരു പുരുഷന് കേൾക്കുന്ന, പുരുഷന് തോന്നുന്ന രൂപത്തിൽ അവൾ സംസാരിക്കാൻ പാടില്ല എന്നാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ വിശ്വാസവും നമ്മുടെ ആരാധനകളും തകരാതെ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളെ നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ അമലുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു സഹോദരി വലിയ ശാരീരിക ബുദ്ധിമുട്ടിലാണ്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവർ ആശുപത്രിയിലാണ്. അല്ലാഹു അവരുടെ അസുഖങ്ങൾക്ക് ശിഫ നൽകി, ശിഫ നൽകുന്ന ഷാഫിയായ റബ്ബേ, ശിഫ നൽകി സന്തോഷം നൽകണം റഹ്മാനെ. അതുപോലെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല ആളുകളുമുണ്ട്, അവർക്കെല്ലാം ശിഫ നൽകണം റഹ്മാനെ. പലരും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ. ആ മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾക്ക് നീ ശമനം നൽകണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.